നമുക്ക് സോഷ്യൽ മീഡിയ മാറ്റി വെച്ചിട്ട് ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കാനും പറ്റത്തില്ല ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ചെയ്യേണ്ടതൊരു സെൽഫ് കെയർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സെൽഫ് കെയർ നമ്മളിപ്പോൾ കൊടുക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. നമ്മൾ സെൽഫ് കെയറിൻ്റെ ഒരു ഭാഗം തന്നെയാണത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞാൻ മീഡിയ പ്രസൻസ് ഇല്ലാണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നു. പുറത്തേക്കൊന്ന് ആളുകളെ നോക്കാൻ, എൻ്റെ 4 മുറിയുടെ പുറത്തേക്ക് ഇറങ്ങാനൊന്ന് നോക്കുന്നു. എൻ്റെ കയ്യിൽ മൊബൈലില്ലാണ്ട് മൊബൈൽ ഫ്രീ ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇന്ന് യൂത്തിനിടയിൽ അത് ചെയ്യുന്നുണ്ട്. ആൽബർട്ട്സ് കോളേജിലൊക്കെ അങ്ങനെ ഒരു ഡേ ഒക്കെ ഉണ്ട്, മൊബൈൽ ഫ്രീ ഡേ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മളെ തന്നെ കുറച്ചൊന്ന് ഫോഴ്സ്ഫുള്ളി ഒന്ന് ട്രെയിൻ ചെയ്യിച്ചാൽ കുറച്ചുകൂടി നമുക്ക് ബന്ധങ്ങളിലേക്കൊക്കെ നമുക്കൊന്നുകൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൻ്റെ തഴമ്പിച്ച കൈയും അമ്മയുടെ കീറിപ്പോയ സാരിയൊക്കെ അപ്പോൾ കാണാൻ പറ്റും. നമ്മളൊന്ന് കയ്യിൽ ആ മൊബൈലും ചാറ്റിങ്ങും ഒക്കെ ഒന്ന് മാറ്റി വെച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പ്രായത്തിൽ ധ്യാനിക്കേണ്ട ചില സ്ഥലങ്ങളാണ്. ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ്. നമ്മുടെ വീടിനകത്ത് തന്നെയുണ്ട്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന കുറേ അധികം മനുഷ്യരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ടൈമൊക്കെ വരണം.